സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലുള്ള പാറശാല സ്വദേശിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഇതോടെ തലസ്ഥാനത്ത് മാത്രം 5 പേർക്കാണ് ഈ രോഗബാധ കണ്ടെത്തിയത്. കേരളത്തിൽ 8 ദിവസത്തിനിടെ 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ രോഗ ഉറവിടം സംബന്ധിച്ച വ്യക്തത ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, മസ്തിഷ്ക ജ്വരം അത് വലിയ ആശങ്കാജനകമായി തന്നെ സംസ്ഥാനത്ത് തുടരുന്നു. തലസ്ഥാനത്താണ് ഇപ്പോൾ വീണ്ടും ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, തിരുവനന്തപുരം പാറശാല സ്വദേശിയായ 38-കാരനാണ് ഏറ്റവും പുതിയതായി തലസ്ഥാന ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. ക്യാൻസർ ബാധിതനായി തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു ഈ രോഗബാധ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായത്. ഇയാൾക്ക് രോഗം പിടിപെട്ടതിന്റെ ഉറവിടം സംബന്ധിച്ച വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഈ വർഷം ഇതുവരെ 98 പേർക്ക് നമ്മുടെ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 22 പേരാണ് മരിച്ചത്. 8 ദിവസത്തിനിടെ 10 പേർക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോഴാണ് സംസ്ഥാനത്തിന്റെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആശങ്കയുയർത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. 2 ദിവസം മുമ്പാണ് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഒരു മധ്യവയസ്കൻ ഇതുപോലെ രോഗം സ്ഥിരീകരിച്ചത്. കുടുംബൻ സ്വദേശിയായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. വർക്കലയിൽ ഒരു യുവതിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഒരു 34-കാരിക്കും ഇതുപോലെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെയൊക്കെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിലാണ് ഇപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. നേരത്തെ ഈ കുളങ്ങളിലും മറ്റുമൊക്കെ ഇറങ്ങുന്നവർക്കാണ് രോഗം പിടിപെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ലാത്ത സാഹചര്യവും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശങ്കാജനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. പലപ്പോഴും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളൊരു മറുപടിയിൽ അധികൃതർ കാര്യങ്ങൾ ഒതുക്കുകയും പിന്നീട് അത് കാര്യക്ഷമമായി പരിശോധനകളോ അന്വേഷണമോ നടക്കാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട ഭൂരിപക്ഷം ആളുകളുടെയും രോഗത്തിന്റെ ഉറവിടം എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ആരോഗ്യ വകുപ്പിന് പോലും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരം പരിശോധനകൾ കാര്യക്ഷമമായി നടക്കാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. വിനോദ, തീർച്ചയായും തലസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം RCCയിലാണ് ഇദ്ദേഹം ചികിത്സയിലുള്ളത്. പാറശാല സ്വദേശിക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹൻ.